പെരുമ്പളം ദ്വീപുകാരുടെ സ്വപ്നമായ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ പാലം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പാലം ഉദ്ഘാടന വേളയിൽ അവിടെ കൂടിയ ജനങ്ങളിൽ നിന്നും ചില ആളുകൾ പറഞ്ഞൊരു പേരുണ്ട്. അതായത് ഈ പാലം എന്നുള്ളത് സ്വപ്നം യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടേതായിരുന്നു എന്നുള്ളത്. നമുക്കറിയാം 2011-16 കാലഘട്ടത്തിൽ UDF സർക്കാർ ആയിരുന്ന സമയത്താണ് പെരുമ്പളത്ത് നിന്നും ഇത്തരത്തിലൊരു പാലത്തെക്കുറിച്ചൊരു പദ്ധതി പ്ലാൻ ചെയ്ത് തുടങ്ങിയത് തന്നെ. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ പ്രവർത്തനത്തിലേക്ക് എത്താൻ 2016 ശേഷം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് തുടക്കം കുറിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതനുസരിച്ചാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയുടെ ക്രെഡിറ്റ് പിണറായി വിജയൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പിണറായി വിജയന്റേതായി മാറുന്നതായിട്ടാണോ കാണുന്നത്? പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഈ വിഴിഞ്ഞം പദ്ധതി മുതൽ ഏതൊക്കെ പദ്ധതികൾ നമ്മുടെ കോൺഗ്രസ് നേതാവായിരുന്ന കേരളം കണ്ട ജനപ്രിയനായ നേതാവ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കെ കരുണാകരൻ്റെ ഒരു മിനിയേച്ചറാണ്. കെ കരുണാകരനെ കുറിച്ച് അറിയാം, ജനങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹം എന്ന് പറയുന്നത് വളരെ വൈബ്രൻ്റായ ഒരു നേതാവാണ്. ഈ നമ്മുടെ എറണാകുളത്തെ നോർത്ത് പാലം മുതൽ സ്റ്റേഡിയം അങ്ങനെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്ത ഒരാളാണ് കരുണാകരനെ അനുകരിക്കാൻ ശ്രമിക്കുക എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ കരുണാകരനോളം തന്നെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോയ വൈബ്രൻ്റായ ഒരു നേതാവാണ്. ഒരു നിമിഷം അദ്ദേഹം അങ്ങനെ നിൽക്കില്ല, അദ്ദേഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ പോകുന്ന ഒരു നേതാവാണ്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹം തുടങ്ങി വെച്ച അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണെന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഈ 10ാം വർഷം ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മരുമകൻ, ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് അദ്ദേഹത്തിൻ്റെ മരുമകനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവരെല്ലാം കൂടി ഈ ഉദ്ഘാടന മഹാമഹം നടത്തുമ്പോൾ ഈ പ്രസ്തുത പാലം, ഈ പാലത്തിനെ കുറിച്ച് എനിക്കറിയാമെന്നുള്ള എൻ്റെ കേട്ടറിവ്, ഞാൻ വർക്ക് ചെയ്ത ഒരു നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാപനത്തിൽ അവിടെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടി പറയും യാത്രാ സൗകര്യം വളരെ പ്രശ്നമാണ്. കാര്യം ബോട്ട് ഉണ്ടെങ്കിലേ എത്താൻ കഴിയുള്ളൂ, ബോട്ട് വന്നിട്ടില്ല. പിന്നെ ഓഫീസിൽ എത്തുന്നതിന് താമസം ചോദിക്കുമ്പോൾ വിളിച്ച് പറയണം, ഒന്ന് സാറിനോട് പറയണം എൻ്റെ ബോട്ട് വന്നില്ല, അക്കരെയാണ് ഇക്കരെയാണ് എന്നൊക്കെ പറയും. ശരിക്കും ഒരു ദ്വീപ് പോലെ ഒറ്റപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയും, ഇന്ന് ഈ ഉദ്ഘാടന മാമാങ്കം നടക്കുമ്പോൾ ആ വേദിയിൽ ഇരിക്കേണ്ട ഒരു വ്യക്തിയുണ്ട്, പഴയ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ. അദ്ദേഹം ഈ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതിൻ്റെ തറക്കല്ലിടലും അതിൻ്റെ കാര്യങ്ങളും പൊതുമരാമത്ത് വകുപ്പ് ഇത്രയും നന്നായി ഹാൻഡിൽ ചെയ്ത ഒരാളാണ് ജി സുധാകരനാണ്. അദ്ദേഹത്തിന് ഇന്ന് വേദിയിൽ കണ്ടില്ല. അതാണ് ഈ പറയുന്ന പാർട്ടിയുടെ CPM എന്ന് പറയുന്ന പാർട്ടി ഈ സർക്കാരിൻ്റെ അവസാനത്തെ ഈ കൊട്ടിഘോഷിക്കൽ നടത്തി ഇങ്ങനെ പോകുമ്പോൾ ഈ പാലത്തിന് ഉള്ള എത്ര നീളം, 1257 മീറ്റർ നീളം, 11 മീറ്റർ വീതി, ഇതിൽ 12 മീറ്ററാണ് പാലത്തിൻ്റെ. നമ്മൾ കാണുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു വളരെ മനോഹരമായ, നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ആ ഒരു പാലം, അതിൽ കൂടെ ഇങ്ങനെ നായകനും നായികയൊക്കെ പാട്ടുപാടി പോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടില്ലേ, അത്തരത്തിൽ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, ഇനാഗുറേഷൻ, അതിൻ്റെ ആ തറക്കല്ലിൽ ഇട്ടിരിക്കുന്നത് ജി സുധാകരനാണ്. അപ്പം മരുമകനും അമ്മാവനും കൂടെ ഇതിൻ്റെ ക്രെഡിറ്റ് എല്ലാം കൂടെ കൊണ്ടുപോകുമ്പോൾ അത് ഓർക്കണം. നമ്മൾ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറിന് ശേഷം നമ്മളിപ്പോൾ സുധാകരനെ കുറിച്ച് പറയുന്നു, ഇപ്പോൾ ക്രെഡിറ്റ് കൊണ്ടുപോകുന്ന ഇവരാണ്. അതാണ് ഈ പറയുന്നത്. ഇപ്പം അങ്ങനെയാണ് നടക്കുന്നത്. മണ്ണും ചാരി നിൽക്കുന്നവൻ പെണ്ണും കൊണ്ട് പോകുന്നൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയുന്ന പോലെ ശരിക്കും മറ്റുള്ളവർ, നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയിൽ പറയുന്ന കഥാപാത്രമൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് പറയാനൊരു മടിയായത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. അത്തരത്തിൽ എല്ലാം ഇവരുടെ മിടുക്കാണെന്ന് പറഞ്ഞ് സത്യത്തിൽ ജനം ഇവരുടെ ആ ഒരു തട്ടിപ്പിൽ വീഴുന്നുണ്ടോ എന്നും സംശയമുണ്ട്. കാര്യം അങ്ങനെയുള്ളവർക്കാണ് ഇന്ന് കാലം. കാര്യം ഈ പുറംപോച്ച് കാണിക്കുന്നതിലും തട്ടിപ്പ് കാണിക്കുന്നവരിലുമാണ് ഇന്ന് കാലമുള്ളത്. ആ കാലത്തിനനുസരിച്ച് സഞ്ചരിച്ചു പോകുന്ന ഒരു നേച്ചറായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഒഴുക്കിനൊത്ത് നമ്മൾ എല്ലാവരും നീന്തണം. അത്തരത്തിൽ ഇവിടെ അതെ, ഇപ്പോ ചേട്ടൻ ജി സുധാകരന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ, നമ്മൾ കണ്ടിരുന്നു. ജി സുധാകരൻ ഈ പറയുന്നത് പോലെ ഫേസ്ബുക്ക് പേജിലൂടെ ഇതിന്റെ ലൈവ് ഒരു കൂട്ടം ആളുകൾ കണ്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. കാരണം ഈ ഒരു പാലത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാഗം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഇൻവോൾവ്മെന്റ് നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഉദ്ഘാടന വേളയിൽ അദ്ദേഹം എത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇതിന്റെ ലൈവ് പോകാനായിട്ടുള്ള സാങ്കേതിക വിദ്യകളെല്ലാം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ നടക്കാതെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ലൈവ് സ്വയമേവ കട്ട് ചെയ്ത് കളയുകയും തന്റെ അനുവാദമില്ലാതെയാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു ലൈവ് കൊടുത്തത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിണറായി സർക്കാർ ഇപ്പോൾ ഈ കാണിക്കുന്ന ഉദ്ഘാടനങ്ങളുടെയും അല്ലെങ്കിൽ ഉദ്ഘാടന മാമാങ്കങ്ങളുടെയും ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരു കൂട്ടം ആളുകളെ സർക്കാർ മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ കണ്ടിരുന്നു, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടിയ ഒരു മീറ്റിംഗിൽ ഇത്തരത്തിൽ എല്ലാവരും തന്നെയും ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചുകൊണ്ട് ഈ ഒരു വിഴിഞ്ഞം പദ്ധതിയെ അഭിസംബോധന ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. വേദിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ ഉമ്മൻചാണ്ടിയെ പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ചെറുതായിട്ടൊക്കെ പൊള്ളുന്നുണ്ടാകും. പക്ഷേ പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷൻ ഇടാൻ സാധിക്കാത്ത നിലയിൽ അദ്ദേഹം അവിടെ ഇരുന്ന് ഉരുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈ ഒരു പെരുമ്പളം പാലത്തിലേക്ക് വരുമ്പോഴും ചില സാധാരണക്കാർ പറയുന്നുണ്ട്, ഞങ്ങളുടെ നേതാവിന്റെ സ്വപ്നമായിരുന്നു ഇത് എന്നുള്ളത്. 2013-14 കാലഘട്ടത്തിൽ
കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു പദ്ധതി സർക്കാർ തലത്തിൽ ഫൈനലൈസ് ചെയ്തത്. പക്ഷേ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട്, ഈ പറയുന്നത് പോലെ ടെക്നിക്കൽ ഡിസൈൻ മാറ്റങ്ങൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആ ഒരു പദ്ധതി നീണ്ടുപോകുന്നു, പ്രവർത്തനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. പിന്നീട് ഭരണം മാറി വരുന്നു. ഭരണം മാറി വരുമ്പോൾ പോലും കോവിഡ് ആയിട്ടും അതല്ലാതെയുള്ള മഹാമാരികളായിട്ടും ഒക്കെ തന്നെയും പ്രളയമായിട്ടും ഒക്കെ പദ്ധതി നീണ്ടുപോകുന്ന ഒരു സാഹചര്യം. എന്തായാലും പെരുമ്പളം ദ്വീപിലെ ജനങ്ങൾക്ക് അവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. പൂർണ്ണമായ ഒരു എല്ലാ ക്രെഡിറ്റും പിണറായി സർക്കാരിനോ അല്ലെങ്കിൽ പിണറായി സർക്കാരിനല്ല, പിണറായി വിജയനും മരുമകനും മാത്രം നൽകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം ജി സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഇനോഗ്രേഷൻ നടത്തിയപ്പോൾ അവിടെ കല്ലുകടിയായി ചിലരെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ഒരു ഉദ്ഘാടന വേളയിൽ പ്രമുഖ നടൻ മമ്മൂട്ടി ആയിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതൊക്കെ കണ്ടതാണ്. ഈ ഒരു എല്ലാം നല്ല രീതിയിൽ നടന്നു. ഇനിയിപ്പോൾ ഹേറ്റേഴ്സിന് അല്ലെങ്കിൽ എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകൾക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പാലം പൊളിയാതെ നോക്കാം, അല്ലെങ്കിൽ പാലം പൊളിയാതെ ഇരുന്നാൽ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഹെയ്റ്റ് കമന്റ്സ് ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പറയുന്ന പാലം വന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇത്രയും നാൾ നമ്മൾ കണ്ടതുപോലെ ആരാണ് ഊരാളുങ്കലാണ് ചെയ്തിരിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും 100 കോടിയുടെ പദ്ധതി ആയിരുന്നു. അതെ, സ്വന്തം തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ അവർ തന്നെ അവരുടെ കയ്യിലേക്ക് കൊടുത്തു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇത്രയും നാൾ നമ്മൾ ചോദിച്ചിരുന്നു, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവർ എന്ത് കൊണ്ടുവന്നു, അവരായിട്ട് എന്ത് പദ്ധതി കൊണ്ടുവന്നു എന്നുള്ളത്. എന്ത് പദ്ധതി കൊണ്ടുവന്നു എന്നുള്ള ചോദ്യത്തെക്കാൾ ഒരു വികസനങ്ങൾ വരുന്നുണ്ട്, പൂർണ്ണമായും ഇല്ല, നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഈ പറയുന്ന പദ്ധതി പിണറായിയുടെ ക്രെഡിറ്റ് മാത്രമാണെന്ന് വെച്ചാൽ അല്ല. പക്ഷേ എന്നാൽ ഒരു ഭൂരിഭാഗവും അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് ഉണ്ട് എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ ഒരു ക്രെഡിറ്റ് നൽകേണ്ടി വരും. കാരണം പ്രവർത്തനം തുടങ്ങിയത് മുതൽ ഈ ഒരു 10 വർഷക്കാലത്തിനുള്ളിൽ എന്തുകൊണ്ട് ഇത്രയും വൈകിച്ചു എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുമ്പോഴും, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം എന്തുകൊണ്ട് ഉദ്ഘാടനം എന്നുള്ളത് ചോദ്യം നിൽക്കുമ്പോൾ പോലും പദ്ധതിയെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല, കളയാൻ കഴിയില്ല. തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സന്ദർഭത്തിൽ ഇത്തരം ഉദ്ഘാടന മാമാങ്കങ്ങൾ ഇനിയും നമ്മളിങ്ങനെ നിറയെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം, ഈ ഉദ്ഘാടന വേദിയിലേക്ക് മാധ്യമപ്രവർത്തകർ ചെല്ലുമ്പോൾ അവിടെ സാധാരണക്കാരായ ആൾക്കാർ പറയുന്നുണ്ട്, ഞങ്ങളുടെ നേതാവിൻ്റെ സ്വപ്നമായിരുന്നു, ഞങ്ങളുടെ നേതാവ് ഇത് തുടങ്ങി വെച്ചതായിരുന്നു, ഇപ്പോൾ കൊണ്ടുവന്ന് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോഴും അവരുടെ മനസ്സിൽ ആരാണുള്ളത്? അവരുടെ മനസ്സിൽ ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ നേതാവ് തന്നെയാണ്. അപ്പൊ പക്ഷേ ഇതിന്റെ PR കൃത്യമായി സർക്കാരിന് ഗുണം ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഹർഷ, അതിന് ഞാൻ സമ്മതിക്കില്ല. കാര്യം ഞാൻ പറഞ്ഞില്ല, എന്നോടൊപ്പം ഓഫീസിലുണ്ടായിരുന്ന ആ കുട്ടി, നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തവർ, അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഈ ഉദ്ഘാടനം ഒക്കെ ആണെങ്കിലും ഈ പെരുമ്പളം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇത് എത്ര നാൾ ഇതിനെ വെച്ച് ഇങ്ങനെ താമസിപ്പിക്കാമോ അത്രയും താമസിപ്പിച്ച് ദിവസങ്ങൾ ഉള്ളപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചതിനകത്തും വൻ തന്ത്രം ഉണ്ടായിരുന്നു എന്നും അവരെന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇത് അവിടുത്തെ പ്രദേശവാസികൾ ഒരു ക്രെഡിറ്റായി കൊടുക്കുമെന്ന് അവിടെ സ്ഥലവാസികളിൽ നിന്ന് ഈ പറയുന്ന കുട്ടികൾ ചിലരെങ്കിലും കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഈ പറയുന്ന പൊതുജനങ്ങളോട് അഭിപ്രായം ചിലരെങ്കിലും പിണറായി വിജയന്റെ പേരെടുത്ത് പറയുന്നുണ്ട്. അതുണ്ടാകും. അതിനാണല്ലോ അവരുടെ PR വർക്ക് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ PR വർക്കും അങ്ങനെ ഇവർ എത്തുന്ന രീതിയിൽ കരക്കെത്തും, അല്ലെങ്കിൽ കരക്ക് എത്തി അവർക്ക് റിസൾട്ട് ഉണ്ടാകുന്നില്ല. അതിനിടയിൽ ഇപ്പം നമ്മൾ ഹേറ്റേഴ്സ് പറയുന്നത് പോലെ നമ്മൾ പറയുന്നതല്ല, എല്ലാം തങ്ങളുടെ ക്രെഡിറ്റായി അങ്ങ് തീരും, തങ്ങൾ ക്രെഡിറ്റ് ആകും എന്നൊക്കെ ഒരു ധാരണ ഈ സർക്കാർ ഭരിക്കുന്നവർക്ക് ഇപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ സത്യവും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നവർ ഇതിനകത്തുണ്ട്. കാര്യം ഇതിൻ്റെ ഉദ്ഘാടനം അദ്ദേഹം തന്നെ ചെയ്യണം, ഇലക്ഷൻ അടുത്ത് വരുന്നതിന് മുമ്പ് വരെ ഇത് നീട്ടിക്കൊണ്ടു പോകണം എന്നൊക്കെയുള്ളൊരു ധാരണ ഇവരുടെ വ്യക്തമായ പ്ലാനായിരുന്നു. അതിലുള്ള ഊരാളുകളിലൊക്കെ കൊടുത്തത്. അപ്പോൾ അവരുടെ നേതാവിൻ്റെ സ്വപ്നമായിരുന്നു എന്ന് പറയും. ഇത്തരം സ്വപ്ന പദ്ധതികളുടെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്ന ഒരു കാലമാണ് ഈ സർക്കാരിൻ്റെ നാളുകളിൽ കണ്ടത് എന്ന് ഇവിടുത്തെ സാധാരണക്കാർക്കറിയാം. മറ്റുള്ളവരുടെ സ്വപ്നത്തിന് വിഴിഞ്ഞം പദ്ധതി ആദ്യം എതിർത്തതാരാണ്? ഈ മുഖ്യമന്ത്രിയാണ് അല്ലേ? അതൊക്കെ ഇവിടെ ജനങ്ങൾക്കറിയാമല്ലോ. അന്ന് എതിർത്തതാരാ? ഈ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി തന്നെ ആണല്ലോ അംബാനിക്ക് വിളിച്ചതിൻ്റെ കരാർ പണികളും മറ്റുമൊക്കെ കൊടുത്തത്. അപ്പോൾ തങ്ങൾക്കാവുമ്പോൾ എല്ലാം ആകാം, മറ്റുള്ളവർ ചെയ്യുമ്പോൾ പാടില്ല എന്ന് പറയുന്ന അത്തരം ഇരട്ട നീതിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലുള്ളവർക്കുണ്ട്. ഞാനിതിനെ ഖണ്ഡിച്ച് തന്നെ പറയുള്ളൂ. ഇനി ഖണ്ഡിക്കാൻ തന്നെയാണ് താല്പര്യം. ഇങ്ങനെയുള്ള മാമാങ്കങ്ങളിലൂടെ ജനത്തിൻ്റെ കണ്ണിലെ പൊടിയിട്ട് ഇവർക്ക് നേടാവുന്നതെല്ലാം നേടാമെന്നവർ ധരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്.